ഹലോ കൂട്ടുകാരെ, ഹോംസൺ ഡി ടി എച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടാറ്റ പ്ലേ ഡി ടി എച്ചിൻ്റെ പഴയ ടാറ്റ സ്കൈ ഡി ടി എച്ചിൻ്റെ ഫ്രീക്വൻസി മാറിയിട്ടുണ്ട്, ഹോം ഫ്രീക്വൻസിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന വിവരം ടാറ്റ സ്കൈ ഉപയോഗിക്കുന്ന ആളുകളെയും അതുപോലെ ടെക്നീഷ്യൻസിനെയും ടാറ്റ പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാരും അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കമ്പനിയിൽ നിന്നും ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അവരുടെ ഹോം ഫ്രീക്വൻസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുന്നത് സാറ്റ് ഹീറോ സാറ്റലൈറ്റ് ഫൈൻഡറിലാണ്. നമുക്ക് സിഗ്നൽ ലഭിക്കുന്ന ഫ്രീക്വൻസി 115.10, ഹൊറിസോണ്ടൽ 32,720. ഇതിന് എനിക്ക് സാറ്റ് ഹീറോ ഫൈൻഡറിൽ ഒരു 90% സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡി ബി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 15 dB, 15.2 dB, 15.1, 15.2 dB എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഒരു സിഗ്നലാണ്. 115.10 ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എന്തായാലും ചെക്ക് ചെയ്യുക. അതുപോലെ 115.90 പോളാരിറ്റി ഹോറിസോണ്ടൽ, സിമ്പിൾ റേറ്റ് 32,720. ഇതിന് 89% dB നോക്കുകയാണെങ്കിൽ നമുക്ക് MER 15.4% ലഭിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ രണ്ട് ഫ്രീക്വൻസി ചെക്ക് ചെയ്യാറുള്ളത്. അതുപോലെ 119.20 ഹൊറിസോണ്ടൽ, 34,280 സിമ്പിൾ റേറ്റ്. ഇതിന് എനിക്ക് 84% സിഗ്നൽ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. 83-84% സിഗ്നൽ ക്വാളിറ്റി. ഇതിന് 14.2 dB MER ആണ് ലഭിക്കുന്നത്. ടാറ്റ പ്ലേ ഡി ടി എച്ചിൻ്റെ 2-3 TPകൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണം. ഇന്നത്തെ കാലാവസ്ഥയിൽ നല്ല ഒറിജിനൽ LMB ഒക്കെ ആണെങ്കിൽ നല്ല സിഗ്നൽ ലഭിക്കും. അതുപോലെ കമ്പനിയിൽ നിന്നും നിർദ്ദേശം വന്നിട്ടുള്ള ഫ്രീക്വൻസി ഞാനൊന്ന് താഴെ കാണിക്കാം. നോർമൽ നമ്മൾ സാധാരണയായി യൂണിവേഴ്സൽ LNB ഉപയോഗിക്കുമ്പോൾ 119.20, ഹോറിസോണ്ടൽ 34,280. ഈ TP, ഈ ട്രാൻസ്പോണ്ടർ വെച്ചിട്ടാണ് സിഗ്നൽ ട്രാക്ക് ചെയ്യേണ്ടത്. മാക്സിമം സിഗ്നൽ ഇതിൽ പിടിക്കുക എന്നാണ് കമ്പനി നിർദ്ദേശം. അതുപോലെ സൂപ്പർ LNB, MDU മൾട്ടി ഡില്ലിംഗ് യൂണിറ്റ് കൂടുതൽ കണക്ഷനുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, സൂപ്പർ LNB ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി 116.90, ഹോറിസോണ്ടൽ 34,280 എന്ന TP ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിച്ച് നമ്മൾ മാക്സിമം സിഗ്നൽ ട്രാക്ക് ചെയ്യുക. അതുപോലെ ചെറിയൊരു നിർദ്ദേശം കൂടിയുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമാണ്, വർഷക്കാലമൊക്കെയാണ് വരുന്നത്. LNBയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്നൊരു സർവീസിന് വേണ്ടിയിട്ട് വന്നതാണ്. ഈ സർവീസ് ചെയ്ത സമയത്ത് ഇതിൽ ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ LNBയിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ LNB ദീർഘകാലം മഴയും വെയിലും ഒന്നും കൊള്ളാതെ കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കും. അപ്പോൾ നിങ്ങൾ ടാറ്റ സ്കൈ ഉപയോഗിക്കുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിൽ, ട്രാക്കിങ്ങിന് പോകുന്ന ആളാണെങ്കിൽ മീറ്ററിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.